Hello everyone, welcome to our new video. Junior Instructor Electrician in Industrial Training Department. കുറേയധികം ഉദ്യോഗാർത്ഥികൾ എഴുതാൻ വേണ്ടി പോകുന്ന മറ്റൊരു പരീക്ഷയാണിത്. സോ ആ ഒരു പരീക്ഷയുടെ ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ ഒരു കോമൺ എക്സാം ആയിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ കൺഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സിലബസ്, അത്തരം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ റെഡിയല്ലേ? യെസ്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്ന തീയതി എന്ന് പറയുന്നത്, ഈ ഒരു പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് സെപ്റ്റംബർ 30 കേട്ടോ. സെപ്റ്റംബർ 30 തിങ്കളാഴ്ച ആയിരിക്കും ഈ ഒരു പരീക്ഷ നടക്കാൻ വേണ്ടി പോവുക. അതൊരു കോമൺ എക്സാം ആണ്, ഒരൊറ്റ പരീക്ഷയായിരിക്കും ഉണ്ടാവുക 3 പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട്. ഏതൊക്കെയാണ് പോസ്റ്റ്? 40/2023 എന്നുള്ള ഇലക്ട്രീഷ്യൻ, മീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. അതിന് ഏകദേശം 215 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ആ പരീക്ഷ നടക്കുന്നത് ഈ പറയുന്ന ദിവസം തന്നെയായിരിക്കും. ദെൻ കുറച്ച് പേരൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള വേറൊരു പരീക്ഷയാണ് ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ, അല്ലേ? KTDC, കേരള ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഓവർസിയർ ഗ്രേഡ് 1 എന്നുള്ള പരീക്ഷ 252/2023. ആ പരീക്ഷയും കോമൺ ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. ഡേറ്റ് നോക്കിയാൽ 30/9/2024. 11,014 പേര് ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ദെൻ 672/2023 എന്നുള്ള കാറ്റഗറി നമ്പറിൽ വന്നിട്ടുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ ഇലക്ട്രീഷ്യൻ, അല്ലേ, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആ പരീക്ഷ നടക്കാൻ വേണ്ടി പോകുന്നത് എപ്പോഴാണ്? 30/9/2024 എന്നുള്ള തീയതിയിൽ തന്നെയാണ്. അപ്പം അതിൻ്റെയൊക്കെ കൺഫർമേഷൻ നിങ്ങൾക്ക് എപ്പോഴാണ് കൊടുക്കാൻ വേണ്ടി പറ്റുക? കൺഫർമേഷൻ നിങ്ങൾക്ക് ഇന്ന് രാത്രി മുതൽ കൊടുക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. 23/5/2024 മുതൽ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാം. 11/6/2024 വരെ സമയമുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാം, ഇന്ന് രാത്രി 12 മണി മുതൽ നിങ്ങൾക്കത് പ്രൊഫൈലിൽ അപ്ഡേറ്റ് ആയി തുടങ്ങും. അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളതിൻ്റെ കൺഫർമേഷൻ കൊടുക്കുക കേട്ടോ. അതിന് 9,166 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് നിലവിൽ. നിങ്ങൾക്കറിയാം OMR പരീക്ഷ തന്നെയാണ് ആവാൻ സാധ്യത. ദെൻ 90 മിനിറ്റ് ദൈർഘ്യമുള്ള പരീക്ഷയായിരിക്കും. ദെൻ ഇതിൻ്റെ സിലബസ് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ ഒരു കോമൺ എക്സാം ആയതുകൊണ്ട് തന്നെ സിലബസ് നിർബന്ധമായിട്ടും അറിഞ്ഞ് അതിൻ്റെ ടഫ്നെസ് ലെവൽ അറിഞ്ഞ് പരീക്ഷയ്ക്ക് പോവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം കുറേയധികം കോമൺ എക്സാമുകൾ നിങ്ങൾ എഴുതിയ ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇത് ഈ അടുത്തായിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോമൺ എക്സാം നടക്കുമ്പോൾ അതിൻ്റെ ടഫ്നെസ് ലെവൽ ഏത് വരും, അത് ഏത് രീതിയിലായിരിക്കും ചോദ്യങ്ങൾ, ഏത് ബേസ്ഡ് ആയിരിക്കും, ഏത് ലെവലായിരിക്കും എന്ന് കൃത്യമായ ഒരു ധാരണയില്ലെങ്കിൽ പരീക്ഷാ ഹാളിലെത്തിയിട്ട് ചോദ്യങ്ങൾ കാണുന്ന സമയത്ത് നമ്മൾ ആകെ ഷോക്കായിപ്പോവും. ഈ ഒരു എക്സ്പീരിയൻസ് ഏറ്റവും ലാസ്റ്റായിട്ട് ഉണ്ടായിരുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എന്നുള്ളൊരു പരീക്ഷ ഉണ്ടായിരുന്നു, അല്ലേ? വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ തുടങ്ങിയ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടൊരു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു. അത് നടന്നത് ഒരു കോമൺ എക്സാം ആയിട്ടായിരുന്നു. ഒരു ഇലക്ട്രീഷ്യൻ പരീക്ഷയുടെ കൂടെയായിരുന്നു അതിൻ്റെ എക്സാം നടന്നത്. അപ്പോൾ ചോദ്യങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും കുറേയധികം ചോദ്യങ്ങളും വന്നിരിക്കുന്നത് നിമി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് തന്നെയാണ്. എന്നാൽ കുറച്ചൊരു ലെവൽ കൂടിയ ചോദ്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻസ് മാറുകയോ കീ മാറുകയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? മിക്കവാറും അത് ഏതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? നിമി ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും. എന്നാൽ ഒരു പടി മുകളിൽ, ഒരു ഡിപ്ലോമ ലെവലിൽ, ഒരു സബ് എഞ്ചിനീയർ ലെവലിലൊക്കെ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ കൂടി നിങ്ങളവിടെ എക്സ്പെക്റ്റ് ചെയ്യണം കേട്ടോ. അത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ദെൻ പവർ ഇലക്ട്രോണിക്സും അതേപോലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഒക്കെ വരുന്ന സമയത്ത് അത്തരം ചോദ്യങ്ങൾ കൂടി നിങ്ങൾ നന്നായിട്ടൊന്ന് നോക്കേണ്ടി വരും. അപ്പോൾ മനസ്സിലാക്കുക, ഈ ഒരു പരീക്ഷ ഒരു കോമൺ എക്സാം ആയിട്ടാണ് നടക്കുന്നത്. സോ വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. ഇതിൻ്റെ സിലബസ് നോക്കിയാലോ നമുക്ക്? ഇതിൻ്റെ ഒറിജിനൽ സിലബസ് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആ സിലബസ് കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇതാണ് നമ്മുടെ പരീക്ഷയുടെ സിലബസ് എന്ന് പറയുന്നത്. ഈ സിലബസ് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ഒരു സിലബസ് നമ്മൾ മുൻപ് എഴുതിയിട്ടുള്ളൊരു പരീക്ഷയുടെ സിലബസ് തന്നെയാണ്. അതായത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിൻ്റെ പരീക്ഷ നിങ്ങൾ മുമ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഇലക്ട്രീഷ്യൻ തുടങ്ങിയ പരീക്ഷയ്ക്ക്, ഡെമോൺസ്ട്രേറ്റർ തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടൊരു പരീക്ഷ നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സിലബസ് തന്നെയാണ് നമുക്ക് ഈ പറയുന്ന ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ ഇൻ KTDCക്ക് വേണ്ടിയിട്ടുള്ളതും. ഇതേ സിലബസ് തന്നെയാണെന്ന് ഓർക്കുക കേട്ടോ. സോ ആ ഒരു എക്സാം എഴുതിയവരാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അതൊരു പക്ക ഇലക്ട്രീഷ്യൻ ലെവലല്ല, കുറച്ചൊന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്റ്റഡൊക്കെ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു നമുക്ക് നിങ്ങൾക്ക് അറിയായിരുന്നു. അപ്പം ആ ഒരു രീതിയിലുള്ളൊരു വ്യത്യാസം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം കേട്ടോ.
എന്തായാലും പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഡിപ്ലോമ ലെവൽ പറ്റുമെങ്കിൽ ഒന്ന് ഡിഗ്രി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് നോക്കുക, നല്ലതാണ്. ദെൻ നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത് നിമി ടെക്സ്റ്റ് ബുക്ക് തന്നെ ആയിരിക്കണം കേട്ടോ. ഓക്കെ, നിമി ടെക്സ്റ്റ് ബുക്ക് അരിച്ചു പെറുക്കി പഠിക്കുക. കാരണം അവിടെ അതിനായിരിക്കും ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് വരിക. കാരണം ഇതൊരു ഇലക്ട്രീഷ്യൻ എക്സാമിൻ്റെ കോമൺ എക്സാം ആയിട്ടാണ് വരാൻ വേണ്ടി പോകുന്നത്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻസ് ഒക്കെ മാറി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസേഴ്സ് അവർ ഫോളോ ചെയ്യാൻ സാധ്യത നിമി ടെക്സ്റ്റ് ബുക്ക് തന്നെയായിരിക്കും. അത് കഴിഞ്ഞ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ പരീക്ഷേൻ്റെ ബേസിസിൽ നമ്മൾ പറയുകയാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ നിമി ടെക്സ്റ്റ് ബുക്ക് തന്നെ ഫോളോ ചെയ്ത് പഠിക്കുക. എന്നിട്ട് ക്വസ്റ്റ്യൻസ് ഹൈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ നോക്കുക കേട്ടോ. അങ്ങനെ ചെയ്താലാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരിക. സിലബസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഓൾറെഡി പരീക്ഷ എഴുതിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള സിലബസ് ആയിരിക്കും. ഫണ്ടമെൻറ്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി കണ്ടോ, നമ്മൾ കഴിഞ്ഞ ഇലക്ട്രീഷ്യൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ട്രേഡ്സ്മാൻ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ള സാധനം തന്നെയാണ്. അതിൽ ബേസിക് ഇലക്ട്രിസിറ്റിയിലെ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കുറേ ഇതിനകത്ത് വരും. പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക് ആൻഡ് മാഗ്നറ്റിസം കണ്ടോ, ഇത് അതിനുശേഷം വരുന്നതാണ്. സബ് എഞ്ചിനീയറിനൊക്കെ പഠിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന സാധനം തന്നെയായിരിക്കും. അതിനുശേഷം ഫണ്ടമെൻറ്റൽസ് ഓഫ് എ സി സിസ്റ്റം, ജനറേഷൻ ഓഫ് എ സി വോൾട്ടേജ്, ഇവിടെയാണ് ഈ ആർ എം എസ് വാല്യൂ, ഫോം ഫാക്ടർ, പീക്ക് ഫാക്ടർ അല്ലെ, ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ, ആവറേജ് വാല്യൂ അതൊക്കെ വരുന്നത്. ദെൻ ചെറിയ എ സി സർക്യൂട്ടുകൾ വരാം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രോബ്ലംസ് വരാം കണ്ടോ, അതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ലൈൻ ആൻഡ് ഫേസ് റിലേഷൻ, സ്റ്റാർ ആൻഡ് ഡെൽറ്റ, ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ RRB ജെയിലും അതേപോലെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു 10 മാർക്ക് വരുന്നതായിരിക്കും. ദെൻ മെഷർമെൻറ്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്, വളരെ സിമ്പിളായിട്ട് 10 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഏരിയ ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടോ, സിങ്ക്രോസ്കോപ്പ്, TOD മീറ്റർ, CRO, ഇൻസുലേഷൻ മേക്കർ, കുറച്ച് ട്വിസ്റ്റഡ് ആയിട്ടൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുക. കണ്ടോ, നമ്മൾ പറഞ്ഞ പോലെ സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററി, സോളാർ സെല്ല് തുടങ്ങിയ ഏരിയ ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾക്ക് നിമി ടെക്സ്റ്റ് ബുക്കിൽ വളരെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ പഠിച്ചാൽ മതി, വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ദെൻ ഇതൊക്കെ വളരെ സിമ്പിളാണ്. കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അത് എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏരിയ ആണ്. ഇതൊക്കെ തിയറിയാണ് കേട്ടോ. ഇപ്പം ബാറ്ററി കാലാകാലങ്ങളോളം നമ്മൾ യൂസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഓക്കെ. ദെൻ സേഫ്റ്റി റിക്വയർമെൻറ്റ്സിൻ്റെ കാര്യങ്ങൾ കുറേയധികം ചോദ്യം ചോദിക്കാറുണ്ട്. അങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ നിമി ടെക്സ്റ്റ് ബുക്ക് മാത്രം ഫോളോ ചെയ്താൽ മതി. ദെൻ വേരിയസ് വയറിംഗ് സിസ്റ്റം കണ്ടോ. ദെൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്വിച്ചസ്, അതാണ് നമ്മുടെ അടുത്ത മൊഡ്യൂൾ വരുന്നത്. വളരെ ഈസി ആയിട്ടുള്ളതാണ്. ജസ്റ്റ് എർത്തിങ്ങും കാര്യങ്ങളൊക്കെ വരും, അതൊക്കെ നിമി തന്നെ ഫോളോ ചെയ്താൽ മതി. ആൻഡ് DC മെഷീൻസ് വേറെ, AC മെഷീൻസ് വേറെ കണ്ടോ. മെഷീൻസ് പഠിക്കുന്നവർക്ക് കുറച്ചൊരു അഡ്വാൻറ്റേജ് ഇവിടെ വരുന്നുണ്ട്. കാരണം 20 മാർക്ക് കേട്ടോ, ടോട്ടലായിട്ട് 20 മാർക്കിൻ്റെ ചോദ്യം നമുക്ക് മെഷീൻസിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ദെൻ സാധാരണ ഒരു ഇലക്ട്രീഷ്യൻ പരീക്ഷയ്ക്ക് വരാത്തൊരു ഏരിയയാണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. പക്ഷേ ഇവിടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉണ്ട് കണ്ടോ. 10 മാർക്കിന് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് ചോദ്യങ്ങൾ വരും. അപ്പം അതുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. പവർ ഇലക്ട്രോണിക്സ്, സാധാരണ ഇലക്ട്രീഷ്യൻ പരീക്ഷകൾക്ക് അത്ര പവർ ഇലക്ട്രോണിക്സ് ഉണ്ടാവാറില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പവർ ഇലക്ട്രോണിക്സ് കൂടി പഠിക്കേണ്ട ആവശ്യമുണ്ട് കണ്ടോ. ഇതൊക്കെ കുറച്ച് ഡിപ്ലോമ ലെവൽ സിലബസിലേക്ക് കയറി കേട്ടോ. ഇതൊക്കെ ഒരു ഡിപ്ലോമ ലെവലിലാണ് നമ്മളധികം കാണാറുള്ളത്. സോ ഇതുകൂടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് തോന്നുന്നു സിലബസ് കണ്ടിട്ട്? അപ്പോൾ ഞാൻ പറയുന്നത് നിർബന്ധമായിട്ടും നിങ്ങൾ നിമി ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് തന്നെ പഠിക്കുക, അത് ബേസ് ചെയ്ത് തന്നെ പോവുക. അതിനുശേഷം ഡിപ്ലോമ ലെവൽസ് ആയിട്ടുള്ള ചോദ്യ പേപ്പറുകൾ നോക്കുക കേട്ടോ. അതിൽ നിമിയുടെ പോർഷൻസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുള്ള ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കലിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനത് എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിലും അതേപോലെ ഫസ്റ്റ് കമൻറ്റിൽ ഞാനത് പിൻ ചെയ്തിടാം. അപ്പോൾ അത്രമാത്രമേ ഉള്ളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.